പ്രായമായി എന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾക്ക് പ്രായമായി എന്ന് സ്വയം തോന്നിത്തുടങ്ങുമ്പോഴാണ് അയാൾക്ക് പ്രായമാകുന്നത്. ലോങ് മൂഡായിട്ട് ഒന്നും ചെയ്യാൻ, ഒരു ആക്റ്റീവായിട്ട് ആയിട്ടിരിക്കാൻ തോന്നാതെ വരുമ്പോൾ, പലപ്പോഴും പല ആക്ടിവിറ്റീസിൽ നിന്നും അവർ ഉൾവലിഞ്ഞ് നിൽക്കുമ്പോൾ, ഇനി അധികം കാലമൊന്നും ഇല്ല എന്ന് സ്വയം തോന്നിത്തുടങ്ങുമ്പോൾ, അപ്പോഴൊക്കെയാണ് ഒരാൾക്ക് പ്രായമാകുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ഒരാൾക്ക് പ്രായമായി കഴിയുമ്പോൾ അയാൾ ആ പ്രായത്തെ മറികടക്കാനായി, അല്ലെങ്കിൽ അവനെ കൺട്രോളിൽ നിർത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? മറ്റസുഖങ്ങൾ അനുബന്ധമായി വന്നുപെടുന്നതിന് മുൻപ് അവനെ ഒന്ന് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ജീവിതശൈലിയിൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ നടത്താം? എല്ലാത്തിനും ഉപരി നമ്മുടെ തലച്ചോറിന്, ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി നിലനിർത്താൻ, നമ്മുടെ മെമ്മറി പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇതെല്ലാം നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരിക്കൽ ഒരു ദിവസം വിദേശത്ത് പള്ളിയിൽ പോകുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ കാറിൽ ആ ബ്രേക്ക് ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ഓൺ ആയിക്കൊണ്ട് തന്നെ വണ്ടി ഓടുന്നത് എനിക്ക് കാണാൻ പറ്റി. ആ ബ്രേക്ക് ലൈറ്റ് എപ്പോഴും ഓണാണ്, എന്നാൽ ഇതിൻ്റെ സ്പീഡ് കുറയുന്നുണ്ട്, സ്പീഡ് കൂടുന്നുണ്ട്, എങ്ങനെയൊക്കെയോ ആ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നുമുണ്ട്. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നത് വളരെ വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാല് ശരിക്കും നടക്കാൻ പോലും പറ്റാത്ത വളരെ വികലാംഗനായിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ഞാനിത് അത്ഭുതപ്പെട്ടു, എന്തുകൊണ്ട് ഈ ബ്രേക്കിൽ എപ്പോഴും ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് ഇത് വണ്ടി ഓടിക്കാൻ പറ്റുന്നു? ഒരു ഡ്രൈവറെ വെച്ചൂടെ എന്നൊക്കെ. പിന്നീട് അദ്ദേഹത്തോട് പരിചയപ്പെട്ടു, സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ ഒരു കാലിന് ഭയങ്കരമായ നീരുണ്ട്. ഈ കാല് ആ ബ്രേക്ക് ലൈറ്റിൽ എപ്പോഴും അങ്ങോട്ട് കയറ്റി വയ്ക്കും. എന്നിട്ട് ഈ ആക്സിലറേറ്ററിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഇദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. അവിടെയൊക്കെ കൂടുതലും ഓട്ടോമാറ്റിക് കാറാണ്, അതുകൊണ്ട് ക്ലച്ച് ഗിയറും മാറ്റലും പരിപാടികളും ഒന്നുമില്ല. അപ്പോൾ ഈ മന്ത് പിടിച്ചതുപോലൊരു ഒരു കാല് നല്ല വെയിറ്റുള്ളത് അത് നേരെ കയറ്റി ബ്രേക്കിൽ വയ്ക്കും, എന്നിട്ട് ആക്സിലറേറ്ററിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. കാരണം അവിടെ സ്വന്തമായിട്ടൊരു ഡ്രൈവറെ വയ്ക്കാൻ ചിലപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിന് മാത്രമേ കഴിയത്തുള്ളൂ. അത്രയ്ക്കും കോസ്റ്റ്ലിയാണ് ഡ്രൈവറെ അഫോർഡ് ചെയ്യുക എന്ന് പറയുന്നത്. ആ പ്രായത്തിലും അവരവരുടേതായിട്ടുള്ള ഡിസബിലിറ്റീസ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള കേപ്പബിലിറ്റീസ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർ ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നമുക്ക് ഒരു മെയ്ഡിനെ വെക്കാനോ അല്ലെങ്കിൽ വേറൊരു ജോലിക്കാരനെ വെക്കാനോ ഒക്കെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസസ് നേരിടേണ്ടി വരും. അപ്പോൾ അതിന് പകരം അവരെത്ര പ്രായമായെന്നാലും, അത് 80 അല്ല 90 വയസ്സായെന്നാലും, അവരാരെയെങ്കിലും ഒരാളെ കൂടെ നിർത്തുന്നതിന് പകരം അവരെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്യാൻ നോക്കും. ഇനി തീർത്തും പറ്റാതെ വരുമ്പോഴേക്കും ഏതെങ്കിലും നഴ്സിംഗ് ഹോമിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ ഇവിടെ ചെറിയൊരു അസുഖം വന്നാൽ പോലും വീണ് കിടക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഉണ്ട്. അപ്പോൾ ഈ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ അവർ ആ കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും തയ്യാറാകത്തില്ല. പകലും ഉറക്കം, രാത്രിയിലും ഉറക്കം. പകൽ ഉറങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി ഉറക്കമില്ല എന്ന് പറഞ്ഞൊരു ഉറക്കഗുളിയും കൂടെ കഴിച്ചിട്ട് ഉറങ്ങും. അപ്പോൾ ഞാനിപ്പോഴും പറയും, പകൽ സമയത്ത് ഈ കട്ടിലിൻ്റെ അടുത്തുകൂടി പോലും പോകരുത്, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന്. മിക്കവാറും അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ പ്രായമായി എന്ന് പറയുന്നത് തന്നെ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ചിലർ ഇങ്ങോട്ടൊക്കെ പറയും, പ്രായമായി, ഇനിയിപ്പോൾ ഉടനെ തന്നെ പോകാനുള്ളതാ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളങ്ങോട്ട് തിരിച്ചു പറയും, അതൊന്നുമില്ല, ഇനിയൊരു 10 വർഷത്തേക്കെങ്കിലും ഉണ്ട് അപ്പച്ചനായുസ്. നമ്മളായിട്ട് ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോയി എന്തെങ്കിലും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരുന്നാൽ മതി എന്ന് പറയും. എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ മൾട്ടിപ്പിൾ കംപ്ലയിൻറ്റ്സ് കേട്ട് തല പെരുത്ത് കഴിയുമ്പോൾ ഓരോ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ വന്ന് ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പച്ചനോടും അമ്മച്ചിയോടും ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്, പ്രായമായില്ലേ അപ്പച്ച, അതൊക്കെ ഉണ്ടാകും എന്ന്. അത് വാസ്തവത്തിൽ അവർക്ക് വളരെ ഇഷ്ടക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് അത് ഞങ്ങളുടെ നർമ്മ സംഭാഷണത്തിനിടയിൽ പറയുകയും ചെയ്തു. പ്രായമായില്ലേ എന്ന് ചോദിക്കുന്നത് മരിക്കാറായില്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ മറ്റൊരു വേർഷനായി പോകുന്നുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. വാസ്തവത്തിൽ
ഈ പ്രായമായില്ലേ എന്ന് ചോദിക്കുന്നത് തന്നെ ഒരല്പം അരോചകമായിട്ടുള്ളൊരു ചോദ്യമായി ഈ പ്രായമുള്ളവർക്ക് തന്നെ ഏതൊരാൾക്കും ചിലപ്പോൾ തോന്നിപ്പോയേക്കാം. ഒരു 30-40 കഴിഞ്ഞിട്ട് ഉള്ള ഓരോ ബർത്ത്ഡേക്കും നമുക്ക് ഓരോ പ്രായം കുറയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറച്ചെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രായമാകും തോറും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ചെറിയ പ്രായത്തിലെ മുതലേ വളരെ ശ്രദ്ധ കൊടുക്കണം. നമ്മളെന്നും ഈ ബ്രോസ്റ്റഡ് ചിക്കനും കോളായും ബാക്കി സോഫ്റ്റ് ഡ്രിങ്ക്സും മധുരങ്ങളും പലഹാരങ്ങളും എല്ലാം അടിച്ചു കയറ്റി ഒരു 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും തന്നെ തലയിലെ മുടിയെല്ലാം പോയി, മുഖത്ത് ചുളിവും വീണു, നല്ല കുടവയറും ഒക്കെ ആയി, നല്ല വണ്ണവും വെച്ച് മുഖവും ആകെ കറുത്ത് കരിവാളിച്ച് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രായത്തിൽ തന്നെ ഒരു 60 വയസ്സ് വരെ പ്രായം തോന്നിയേക്കാം. പകരം നല്ല ഭക്ഷണം തന്നെ കഴിച്ച് നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫ്രൈഡ് ഐറ്റംസിൻ്റെയും ഫാസ്റ്റ് ഫുഡിൻ്റെയും ഉപയോഗം പരമാവധി കുറച്ച് ഈ ഡയബറ്റീസിനെയൊക്കെ നമുക്ക് ഡിലേ ചെയ്യിക്കാൻ പറ്റും. എൻ്റെ പേരൻസിന് 2 പേർക്കും ഡയബറ്റീസ് ഉണ്ട്. പക്ഷേ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചെന്നാൽ ആ ഡയബറ്റീസ് എനിക്കൊരു 50 വയസ്സ് വരെയോ അല്ലെങ്കിൽ 60 വയസ്സ് വരെയോ ചിലപ്പോൾ ഒരു 70 വയസ്സ് വരെയോ ഡിലേ ചെയ്ത് നിർത്താം. എന്നാലും എനിക്കത് വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ തുലവും സംശയമില്ല. എന്നാൽ ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതെ യാതൊരു എക്സസൈസും ചെയ്യാതെ ഭക്ഷണം യഥേഷ്ടം കഴിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ദിവസം വേണമെങ്കിലും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇച്ചിരി കൂടിയ വില്ലന്മാരായ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പോലും വന്നു പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, പ്രായമായി കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ചയോ തട്ടോ പറ്റിയെന്നാൽ, പല്ലോ എല്ലാം പൊടിഞ്ഞു പോയെന്നാൽ പിന്നെ അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഷട്ടിൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വീഴുകയുണ്ടായി. ഇടത്തെ കൈ കുത്തിയാണ് വീണത്. ഭാഗ്യത്തിന് പൊട്ടലൊന്നും ഉണ്ടായില്ല. മുട്ടിന് ഒരു മസിൽ സ്പ്രെയിൻ വന്നു. ആ സ്പ്രെയിൻ വന്നപ്പോഴാണ് നമുക്ക് ഇത്രയധികം ഒരു കോംപ്രമൈസ് അതിനകത്ത് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം ഇടത്തെ കൈയല്ലേ, വലിയ പ്രശ്നമുള്ളതൊന്നും ഇല്ലല്ലോ, അതിങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് നടന്നാൽ മതിയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. വണ്ടി ഓടിക്കുമ്പം ഗിയർ മാറ്റാൻ പറ്റുന്നില്ല, ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും മാറാൻ പറ്റുന്നില്ല. പിന്നെ ഇച്ചിരി എളുപ്പത്തിൽ മാറ്റാവുന്ന തേർഡ് ഗിയറും ഫോർത്ത് ഗിയറുമാണ്. അപ്പോൾ വലത്തെ കൈ കൊണ്ട് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും മാറ്റിയിട്ട് തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ മാത്രം ഇടത്തെ കൈ കൊണ്ട് ചെയ്യുക. ഫിഫ്ത്ത് ഗിയർ മാറ്റണമെന്നുണ്ടെങ്കിലും വലത്തെ കൈയുടെ സപ്പോർട്ട് വരുത്തുക. അങ്ങനെ ഒരു 4-5 ദിവസമെങ്കിലും അതുപോലെ പോയി. പിന്നെ അവസാനം അത് ശരിയാവത്തില്ല എന്ന് കരുതി ഒരു ഡ്രൈവറെ വയ്ക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലൊരു ഡ്രൈവറെ നമുക്ക് വയ്ക്കാം, പക്ഷേ പുറം നാടുകളിലൊന്നും ഒരു ഡ്രൈവറെ അഫോർഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ അപ്പുറം ആണ്. അതുപോലെ ഈ ഇടത്തെ കൈകൊണ്ട് ഉപയോഗിക്കുന്ന പല സംഗതികളും വളരെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഇത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതേസമയം ഈ ഇടത്തെ കൈക്ക് സ്പ്രെയിൻ അല്ല, അതൊരു പൊട്ടലായിരുന്നെങ്കിൽ എത്രമാത്രം ഗുരുതരമായേനെ, നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും എന്തുമാത്രം കോംപ്രമൈസ്ഡ് ആക്കി കളഞ്ഞേനെ. ഇതുപോലെ തന്നെയാണ് പ്രായമായ ഒരാൾ വീണ് ഒരു എല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടിയെന്നാൽ പോലും അതൊരു ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചറൊക്കെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മാസങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്തതുപോലത്തെ അവസ്ഥയായി പോകും. അതിൻ്റെ സർജറിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസും എല്ലാം വേറെ. അപ്പോൾ നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ കളിക്കാൻ പോകുമ്പോഴും നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ വലിഞ്ഞു കയറുമ്പോഴും പലപ്പോഴും ഈ കൊടി പറിക്കാനായിട്ട് അല്ലെങ്കിൽ കാപ്പി പറിക്കാനൊക്കെ ആയിട്ട് വലിഞ്ഞു കയറുമ്പോഴും ഒക്കെ ഒന്ന് വീണെന്നാൽ വീഴാനുള്ള സാധ്യത പ്രായമായവർ കൂടുതലുമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞെന്നാൽ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞെന്നാൽ പിന്നെ നമ്മൾ ബെഡ് റിഡനായി ആ ഒരു വീഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം കുറച്ച് കോംപ്രമൈസ്ഡായി തീരും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പറഞ്ഞു പഴകിയ പഴഞ്ചൊല്ല് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ഒരു ഷട്ടിൽ കളിക്കുമ്പോൾ ഒരു ബോൾ പോയെന്നാലും സാരമില്ല, നമ്മൾ വലിഞ്ഞു കയറി അപ്പോൾ ആ കൊടി പറിച്ചില്ലെങ്കിലും സാരമില്ല, നമ്മൾ വലിയ സാഹസത്തിനൊന്നും പോയില്ലെങ്കിലും സാരമില്ല. നമ്മുടെ ഹെൽത്ത് ഏറ്റവും നന്നായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പഴമ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.